നമസ്കാരം. BMTV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം തേവലക്കരയിൽ 80 വയസ്സുള്ള വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകൾ മഞ്ജു മോൾ തോമസ് അറസ്റ്റിൽ. This holiday season on Moon Kids, your best friend is here with new episodes, new 14. 50 new exciting stories and lots of fun. Watch the all-new never seen before episodes of Peppa Pig, 14 or beyond Moon Kids. Download now. On Netflix. ഞാൻ പോയി കിടക്കുക. അടിയുണ്ടാക്കാൻ പോയി. എന്തിനാ അടിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? വീട്ടിലല്ലേ വെള്ളം ഇട്ടത്. ഏത് സ്റ്റേഷനിൽ പോകണം? പരാതി കൊടുക്കണം. എല്ലാം ചെയ്യുന്നു. അമ്മ എവിടെ ഇരിക്കും? കസേരയിൽ കൊണ്ടാക്കണ്ട. ഞാൻ ഇപ്പൊ എടുത്തേച്ചു വരട്ടെ. അടിക്കും, ഇടിക്കും, എന്റെ മോനെ ഉപദ്രവിക്കും. അവന് ആരോഗ്യം, അവക്ക് ആരോഗ്യം, അവന് ആരോഗ്യം ഇല്ല. ഇപ്പൊ ഒന്നും തിന്നുന്നത് പോലും ഇല്ല. ഈ സ്വത്ത് വയ്ക്കാതിരിക്കാനാ ഞാൻ കൊച്ചുമോളെ മക്കളുടെ പേരിൽ ഇനി അത് കൊടുക്കത്തില്ല. ഞാൻ അവര് വലുതാകുമ്പോ എന്റെ അടുപ്പിക്കില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് നല്ല ക്ഷീണം, ഉപദ്രവിച്ച് നല്ല പരിക്കുകളെ പറ്റിയില്ലേ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണം. ഇന്നലെ നമ്മുടെ ഇവിടുത്തെ 3-ാം വാർഡ് മെമ്പർ അത് നല്ലൊരു തന്നെ ഇന്നലെ തൊട്ടേ ഇവിടെ ഇത്രയും പരിക്കായിട്ടിരിക്കുന്ന ഒരു ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യട്ടെ, വീട്ടിൽ കൊണ്ടിരിക്കാൻ മതി എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ജോലിക്കാർ വന്നില്ലാത്തതുകൊണ്ട് എന്താ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ കൃത്യമായിട്ട് 4 നേരം ORS കൊടുക്കുന്നുണ്ട്. 5ാമത്തെ നേരത്തെ ORS മരുന്നുകളും എല്ലാം ഇപ്പൊ കൊടുക്കും. അകത്ത് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ അകത്തൊന്നും ഇന്നലെ ഒന്നും ഉപദ്രവിച്ചു. ഇന്നലെ എന്നെ അടിച്ചതും ഇടിച്ചതും തെള്ളി മറിച്ചിട്ടതും ഒക്കെ ഇന്നലെ 80 വയസ്സുള്ള ഏലിയമ്മ വർഗീസിനെയാണ് മരുമകൾ അതിക്രൂരമായി മർദ്ദിച്ചത്. വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വയോധികയെ കസേരയിൽ നിന്ന് തള്ളിയിട്ടതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. കുറച്ചു നാളുകളായി മരുമകളുടെ ഭാഗത്തു നിന്ന് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു. മകനില്ലാത്ത സമയത്താണ് ഇവർ അമ്മയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത്. ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് മർദ്ദിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മകന്റെ സുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തിയത്, സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഇന്നലെയും സമാനമായ രീതിയിൽ ഇവരെ ആക്രമിച്ചിരുന്നു. മുടിക്ക് കുത്തിപ്പിടിച്ച് തലക്കിടിച്ച് മാത്രമല്ല കാലുമടക്കി അടിവയറ്റിൽ ചവിട്ടിയെന്നും മറിയാമ്മ തോമസ് നൽകിയ പരാതിയിൽ പറയുന്നു. കയ്യിൽ ഷൂസ് ഇട്ട് ചവിട്ടിയെന്നും പരാതിയിലുണ്ട്. ഈ മുറിവുകളുമായി ഇവർ ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ നിന്നാണ് പോലീസ് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. സത്യവും വ്യക്തവും കൃത്യമായ വാർത്തകൾക്ക് BMTV ന്യൂസ് ചാനൽ സന്ദർശിക്കൂ. നന്ദി, നമസ്കാരം.